ഹായ് ഹലോ ഇറ്റ്സ് മീ അശ്വതി ഫ്രം GTV. കലയെ പ്രണയിക്കുന്നവർ എന്ന നമ്മുടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് എത്തി നിൽക്കുന്നത് സജിൻ ജോൺ എന്ന് പറയുന്ന ഒരു പ്രതിഭയുടെ അടുത്തേക്കാണ്. മലയാളി പ്രേക്ഷകർക്കെല്ലാം വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ മിനി സ്ക്രീനിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അഭിനേതാവ്. നമുക്ക് രണ്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മലയാളികൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കിടയിൽ സുപരിചിതനായ ഒരു ആക്ടർ അല്ലേ? അഭിനയ ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പ് അതെങ്ങനെയായിരുന്നു? യാത്ര തുടങ്ങിയത് നാടകങ്ങളിലൂടെ. ഫസ്റ്റ് ഈ പള്ളി വക നമ്മൾ ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്യായിരുന്നു പെരുന്നാളിനെ സംബന്ധിച്ച്. അപ്പോൾ ആ നാടകങ്ങളാണ് അഭിനയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു നാടകം കഴിഞ്ഞ് എനിക്കൊന്ന് 2019, അതിനുശേഷം പിന്നെ ഓരോ തിരക്കുകളായി, പഠിത്ത കാര്യങ്ങളായി. അതിനുശേഷം ഡയറക്റ്റ് സീരിയലിലേക്കായിരുന്നു എൻട്രി. പിന്നെ സീരിയലിലെ എൻട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഭ്രമണം എന്ന് പറഞ്ഞിട്ടൊരു സീരിയലിൻ്റെ കാസ്റ്റിംഗ് കോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഫേസ്ബുക്ക്. അപ്പം അതിൻ്റെ ഡയറക്ടർ കിച്ചു സുദർശൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ എൻ്റെ ഡയറക്ടർ കിച്ചു ചേട്ടനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സീരിയലിൻ്റെ കാസ്റ്റിംഗ് കോൾ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഹരിലാലിൻ്റെയും അനിതയുടെയും ചെറുപ്പകാലം അവതരിപ്പിക്കാൻ യുവാക്കളെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഇത് എന്തായാലും ഫ്രണ്ട്സിന്റെ ക്യാരക്ടേഴ്സ് എങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തു. വലിയ റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട് സാബു വർഗീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ പഴയ സീരിയലിലെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത ചേട്ടൻ, അപ്പോൾ പുള്ളിയോട് ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇതുപോലെയാ, ഞാൻ കൊടുത്തു, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടൊരു റെസ്പോൺസ് ഒന്നും ഇല്ല, അപ്പോൾ ഒഡീഷനൊന്നും നമ്മളെ വിളിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്താ യൂഷ്വൽ നമ്മൾ ആഗ്രഹം കൊണ്ട് ഓഡീഷൻസിനെല്ലാം അപ്ലൈ ചെയ്യും, പക്ഷെ അതെല്ലാം നടക്കത്തൊന്നുമില്ലല്ലോ. ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുക, കീപ് ട്രൈങ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പ്രൊഫഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരു അധ്യാപകനാണ്, പിന്നെ ആക്ടറാണ്, അതോടൊപ്പം കലയോട് താല്പര്യമുണ്ട്, സംഗീതത്തിൽ താല്പര്യമുണ്ട്. അപ്പോ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഏതാണ്? ആക്ടിങ് ആണോ അതോ അധ്യാപനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? അഭിനയം തന്നെ. അഭിനയം. കാരണം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ജോലി ചെയ്യുന്നു എന്നുള്ള രീതി ഒരിക്കലും മനസ്സിൽ തോന്നാറില്ല. ഭയങ്കര തൃപ്തിയാണ്. ഒരു ക്യാരക്ടർ അല്ലെ ഒരു സീന് ചെയ്തു, അത് മതി. ആ സീന് കട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ ഞാൻ അത്രയും ഇൻവോൾവ് ആയിട്ട് നമ്മൾ മാക്സിമം സീൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. കിട്ടുന്ന ഏത് റോളാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുക, ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ പോർഷൻസ് കവറപ്പ് ചെയ്യുന്നതാണോ ക്യാരക്ടർ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാരക്ടർ അഭിനയിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. മറ്റെന്ന് വെച്ചാൽ ഒരു മൊണോട്ടോണസ് ആയിട്ട് ഇങ്ങനെ വളരെ യാന്ത്രികമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ. പോർഷൻസ് പഠിപ്പിക്കുന്നു, കവർ ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. എന്നാലും എന്തോ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ. അധ്യാപന ജീവിതം ഇപ്പൊ തുടരുന്നുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു? ഇപ്പോ ടിജൂസ് അക്കാഡമി എന്ന് പറഞ്ഞ മാവേലിക്കരയിൽ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ IELTS OET ട്രെയിനർ ആയിരുന്നു. ഇപ്പം ഞാൻ വീഡിയോസിലൂടെ പഠിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ ചെറിയ ടിപ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഗ്രാമറിൻ്റെ അല്ലെങ്കിൽ വൊക്കാബുലറി ഒക്കെ ക്രിയേറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. പിന്നെ ഒരു സ്ഥാപനത്തിലും കൂടെ ഉണ്ട്, വിംസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കായംകുളം, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ ഒക്കെ ഉള്ളൊരു ഏവിയേഷനും ലോജിസ്റ്റിക്സിൻ്റെ ഒരു അക്കാഡമിയാണ്. അവിടെ ഞാൻ ആഡുകൾ ചെയ്യാറുണ്ട്, പ്ലസ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും ബേസിക് ഇംഗ്ലീഷ് ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ ഞാൻ സ്റ്റുഡൻസിന് എടുക്കാറുണ്ട്. ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടായിരുന്നു, പല സാഹചര്യങ്ങൾ കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ച പല സുഹൃത്തുക്കളും കാലുവാരിയ ഒരു ചരിത്രമുണ്ട്. അതെന്താണ് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ അത്രയും വിഷമിപ്പിച്ച സാഹചര്യം എന്താ? വിഷമിപ്പിച്ചതല്ല, നമ്മളിപ്പം നമുക്ക് ഒരുപാട് ഇപ്പം ഒരു ബസ് കുറേ നമ്മൾ ഓടി അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്ക് വണ്ടി വിട്ടുപോയി. അപ്പോൾ കുറേ നേരം നമ്മൾ ഓടി നടന്ന് ക്ഷീണിച്ച് പിന്നെ അങ്ങ് തളർന്ന് അവിടെ നിൽക്കും, ബസ് അങ്ങ് പോകും. അപ്പം ഇതേ അവസ്ഥയിലാണ് പല ഫ്രണ്ട്ഷിപ്പുകളും. പലതവണ നമ്മളിങ്ങനെ അവരുടെ പുറകെ ചിലപ്പം വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ അവർക്ക് വലിയ വാല്യൂ കൊടുത്ത് നമ്മൾ ഭയങ്കര എന്തോ കാര്യമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ താങ്ങി നടക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ നടന്നിട്ടുണ്ട്. അതായത് നല്ല രീതിക്ക് നമ്മൾ എന്താ പറയുക, ഓക്കെ നമ്മളുടെ ആ കാര്യം മറന്നിട്ട് ഓക്കെ അവർ നല്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ പൊതുവേ ഫ്രണ്ട്ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഫീൽഡിലുള്ളതാണെങ്കിലും എല്ലാം പൊതുവേ ഉള്ള ആൾക്കാരുടെ ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ എല്ലാ ഉണ്ട് നമ്മൾ. പക്ഷെ ചില ആൾക്കാർ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പൊതുവായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ ഒരു റിലേഷൻ ആവട്ടെ, ചിലർ വിചാരിക്കുകയല്ല ഈ എന്താ പറയാ
കണ്ണും പൂട്ടി അങ്ങ് നിൽക്കും. നമ്മൾ ആ ഒരു ഒരുപാട് സ്നേഹിക്കുമ്പം അങ്ങനെ നമ്മൾ ബ്ലൈൻഡ് ആയിരിക്കും, അങ്ങനെ അതെ. ഇങ്ങനെ. ഇതൊരു ലവ് അഫെയറോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണ് അനുഭവം ഉള്ളത്. ലവ് അഫെയർസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിനകത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഉം. പിന്നെ ഈ പറഞ്ഞ പോലെ പലയിടത്തും ഗ്രൂപ്പിസം, ഈവൻ സ്കൂളിലും കോളേജിലും എല്ലായിടത്തും ഗ്രൂപ്പിസം ഉണ്ടായിട്ടുണ്ട്, പാർഷ്യാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്തുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഇതിവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ബിക്കോസ് ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യം പറയണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടീച്ചിങ് എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ പഠിപ്പിച്ച സ്കൂളിലെ ചില ടീച്ചേഴ്സ്, സ്കൂൾ ലൈഫാണ് പറഞ്ഞത്, കോളേജിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. സ്കൂള് ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാം ഏത് സ്കൂളാണെന്നുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ ചില വ്യക്തികൾ, ചില ടീച്ചേഴ്സ്, അവരുടെ നേച്ചറും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര റൂഡായിരുന്നു, വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചറായിട്ട് ഞാൻ എങ്ങനെ അവരെ പോലെ ആകാതിരിക്കാം എന്നുള്ളൊരു ശ്രമമാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തത്. കാരണം വല്ലാത്തൊരു ഹറാസ്മെൻറ്റും, ഈവൻ നമുക്ക് ഭക്ഷണം പോലും വൈകിച്ചിട്ട് തരാത്ത രീതിയിൽ, അതായത് എന്തുവാ, ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ്, ഇതിപ്പം ഭീകരമായ ഇഷ്യൂസ് ഒന്നുമല്ല, എന്തോ നമ്മളെ ഏതാണ്ട് അല്ലെ ചെറിയ കാര്യങ്ങളിൽ പഴി പറഞ്ഞുകൊണ്ട് ഒരുതരം, ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കത്തില്ല. ഇല്ല, നടക്കത്തില്ല. ആ ഇന്ന് സ്കൂളിൽ നമ്മൾ കാണുന്ന എത്രയോ അധ്യാപകര് കുട്ടികളുമായിട്ട് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് വീഡിയോസ് വളരെ ഒക്കെ മോശം നമ്മൾ കണ്ടിട്ടില്ലേ? രീതികളായിരുന്നു പല ടീച്ചേഴ്സ്. ആ, അതെ. അപ്പൊ അത് നമുക്കൊരു കാരാഗ്രഹം പോലെയൊക്കെ ആയിരുന്നു ആ സ്കൂളിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആകെ എനിക്കൊരു ആശ്വാസം ഉള്ളത് ആ ഗ്രൗണ്ട് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ചില ഹൈ പ്രൊഫൈൽ ജോബ്സ് ഉള്ള ചില ആൾക്കാർ, ഈ പറഞ്ഞ എല്ലാവരും തുല്യര, അവരുടെ കണ്ണിൽ ഹൈ പ്രൊഫൈൽ ജോബ്സ് ഉള്ള, അങ്ങനെ ആൾക്ക് തോന്നുന്ന ചില ജോബ്സ് ഉണ്ടല്ലോ, ഇന്ന ആളുടെ മോന്, അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ചില ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സോ എന്നെ, നമ്മൾ അത്യാവശ്യം പറഞ്ഞില്ലേ, എൻ്റെ പപ്പ അന്നും ബിസിനസ് ചെയ്തിരുന്നു, അമ്മ ഇപ്പം റിട്ടയർഡായി, ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. എന്തോ എനിക്കറിയത്തില്ല, നമ്മളെ ഒരു മാറ്റി നിർത്തുന്ന ഒരു രീതി പണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സ്കൂളിലോട്ട് അധികം പോകാനും തോന്നാറില്ല. അമ്മ ഒരു അധ്യാപികയല്ലേ, അപ്പൊ അതിൽ നിന്ന് എപ്പോഴെങ്കിലും അമ്മ ഒരു റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ അധ്യാപന ശൈലി കണ്ടിട്ട് എന്തെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ? മമ്മി അത്യാവശ്യം വളരെ കൂളായിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരുന്നു കുട്ടികളോട് ഇടപെട്ടത്. ഇപ്പൊ പിള്ളേരാണെങ്കിലും അവര് പഠിച്ചോ എന്നുള്ളതിനേക്കാൾ ഉപരി വല്ലതും കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ എന്നുള്ള, ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികൾ ഭക്ഷണം കഴിച്ചോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ രീതികൾ, അല്ലെങ്കിൽ ചോദിച്ചിട്ട് അങ്ങനെ തുടങ്ങുന്നത്. കാരണം ഒരു കുട്ടി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ കുട്ടി വിളിച്ച് കഴിപ്പിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇരുത്തിയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളും ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട് ചില കാര്യങ്ങൾ. അധ്യാപകൻ, അഭിനേതാവ് എന്നതിലുപരി ഒരു സിംഗറും കൂടിയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ ഒന്ന് പാടാമോ? ശ്രമിക്കാം. ഇടയ്ക്ക് വെള്ളി വീണ ക്ഷമിച്ചോണം. കുഴപ്പമില്ല, പ്രേക്ഷകർ ക്ഷമിച്ചോളൂ. ക്ഷമിക്കില്ലേ? ഓക്കെ, തുടങ്ങാം. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു, ആരെയോ തേടി പിടഞ്ഞു, കാറ്റുമൊരുപാടു നാളായലഞ്ഞു, പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു, കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ പുള്ളൂർക്കുടം പോലെ വിങ്ങി. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇതാണോ പറഞ്ഞത് പാടാനൊന്നും അറിയില്ല എന്നുള്ളത്? ഇനി വരുന്ന അപ്കമിങ് പ്രൊജക്റ്റുകൾ ഏതാണ്? സൂപ്പർ കൺമണി മഴവിൽ മനോരമയിൽ ചെയ്യുന്നു. പിന്നെ അറിയില്ല, ഒരു പക്ഷേ ഒരു മൂവി വന്നേക്കാം, പ്രതീക്ഷിക്കുന്നു, പറഞ്ഞു വെച്ചിട്ടുണ്ട്, സംഭവിക്കുമായിരിക്കാം. പിന്നെ ഓൾറെഡി ഒരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്, കുരുക്ക് എന്നാണ് സിനിമയുടെ പേര്. അഭിജിത്ത് നൂറാനി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ്റെ അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവിയാണ്. അതിപ്പോൾ നമ്മുടെ ആമസോൺ പ്രൈമിലുണ്ട്, പോയി കാണണം. തീർച്ചയായും കാണാം. പിന്നെന്താ, കുറേ വെബ് സീരീസ്, ഏറ്റവും സഞ്ജു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചാനലിന്റെ അവരുടെ വെബ് സീരീസ് ഒരെണ്ണം ചെയ്തു. പിന്നെ മഹി ശിവൻ എന്ന് പറഞ്ഞിട്ടൊരു അപ്കമിങ് ഫിലിം ഡയറക്ടർ, പറഞ്ഞില്ല, ഫിലിം ഡയറക്ടർ തന്നെയാണ് പുള്ളി. ഇപ്പോൾ സോ നല്ല കുറേ പ്രൊജക്ട്സുകൾ
അദ്ദേഹവും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പുള്ളിയുടെ കുറച്ച് ആൽബംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ശിവം, പിന്നെ ഇനിയൊരു മഴയായി, അങ്ങനെയൊക്കെ. അപ്പോൾ അത് പറഞ്ഞല്ലോ, അത് വേറിട്ടൊരു അനുഭവമായിരുന്നു. ആൽബംസും ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടി ഇങ്ങനെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു വേറിട്ടൊരു അനുഭവമല്ലേ. നമുക്കത് എനിക്ക് ഭയങ്കര ഈ പാടി അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, യമുന. അത് സംവിധാനം ചെയ്തത് വിജയശങ്കർ എന്ന് പറഞ്ഞിട്ട് ഭ്രമണത്തിന്റെ ക്യാമറമാൻ ആയിരുന്നു. സോ പുള്ളിക്കാരൻ്റെ കൂടെ ചെയ്തു. അമ്മയറിയാതെ എന്ന് പറയുന്ന സീരിയലില് ഒരു ഗായകനും കൂടിയാണ്. അപ്പോൾ ഗായകനായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആ ഒരു സീരിയലിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ചേട്ടനാണ് അതിൽ പാടിയിരിക്കുന്നത്. അതില് പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞൊരു സോങ്ങില്, അപ്പൊ അത് നമ്മൾ പറഞ്ഞല്ലോ, കാമുകി അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് വിഷമിച്ച് പാടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ആദ്യമായിട്ട് എനിക്ക് സീരിയലിൽ പാടി അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫുൾ ടീമിനും ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ അവരെല്ലാം നല്ല പോസിറ്റീവ് കമന്റ്സ് പറഞ്ഞു. അതായത് അങ്ങനെ പാടുന്നതായിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. കാര്യം ദാസേട്ടന്റെ വോയിസ് ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത്, അത് പാടി ചിലർ പറഞ്ഞല്ലോ, നമ്മള് പ്ലേബാക്ക് സിംഗേഴ്സ് പാടി വെക്കുന്നത് ആക്ടേഴ്സ് അഭിനയിച്ചിട്ട് തന്നെയാണ്. ഓരോ മൂവീസ് ആണെങ്കിലും ഏതൊരു വർക്കിലും മാത്രം പോരല്ലോ, അതിനെ ഉൾക്കൊണ്ട് തന്നെ ഉൾക്കൊണ്ട് നമുക്കത് അപ്പം ചെയ്യാൻ സാധിക്കും. ഉൾക്കൊണ്ട് പാടി. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു വർക്കിനെ തന്നെ, വർക്കിലെ ചില അവിടെയും ഈ പറഞ്ഞ പോലെ പാർഷ്യാലിറ്റി, അല്ലെ ചില ഗ്രൂപ്പിസം ചില ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരെ നിർത്തി, അല്ലെങ്കിൽ ചില ആൾക്കാരെ കൊണ്ട് കമന്റ്സ് ഇടിപ്പിച്ച്, അങ്ങനെ അയ്യോ എന്തൊരു ബോറായിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതാക്കാൻ, തളർത്താൻ നോക്കി. പക്ഷെ ഏറ്റില്ല, എനിക്കൊന്നുമില്ല. നമ്മള് അതായത് ഒരു എന്താ പറയാ, നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, കല്ലേറുകൾ ഇച്ചിരി കൂടുതലായിരുന്നു ഏഷ്യാനെറ്റില്. അത് കോ ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ വളരെ ശക്തമായ ചില കറുത്ത കൈകളാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് വ്യക്തമാണ്. അത്രേ ഉള്ളൂ. ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അങ്ങനെയുള്ള പാരകളുണ്ടായിരുന്നു ഒരുപാട്. അതിപ്പോ എല്ലാ ഫീൽഡിലും സ്വാഭാവികമായിട്ടും ചിരിച്ചു നിൽക്കും, പുറകിലൂടെ ഒരു പണി തരും ഒക്കെയുള്ള രീതിയിൽ, അത് സ്വാഭാവികമായിട്ടും. പിന്നെ അന്ന് അത് ആദ്യമായിട്ട് അങ്ങനെ വന്നപ്പോ ഇമ്മച്ചുവർ ആയിട്ട് ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു. പിന്നീട് മനസ്സിലായി ഇവർക്കൊന്നും ഒരു ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രേക്ഷകർ നേരിട്ട് കാണുന്നവരോട് നമ്മൾ നന്ദി പറയുക, അതല്ല കമന്റ്സ് പറഞ്ഞല്ലോ, നല്ലതും ചീത്തയും എല്ലാം അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ വ്യക്തിഹത്യ, ബോഡി ഷേവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് പൊറുപ്പിക്കേണ്ട ആവശ്യമില്ല. പറയേണ്ടത് ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ പറയാനാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഒരാളെ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടി മറ്റൊരാളെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പറഞ്ഞു അവരുടെ വഴിക്ക് അവർക്ക് അവര് പൈസ വാങ്ങിക്കുന്നു, അവര് കമന്റ് ഇടുന്നു, പോകുന്നു. ഞാനെന്തോ ആണ്. ഇപ്പൊ ആ സീരിയലും കഴിഞ്ഞു, ആൾക്കാരെയും കാണാനില്ല, അവരുടെ പൊടി പോലും ഇല്ല. ഇപ്പൊ മനസ്സിലായി കമന്റ് തൊഴിലാളികളായിരുന്നു. ഇത്രയും നേരം നമ്മളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ സജിൻ ചേട്ടന് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനിയും ഒരുപാട് അവസരങ്ങൾ തേടി എത്തട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന പ്രേക്ഷകര് എല്ലാവരും, GTVയുടെ പ്രേക്ഷകരും ചേട്ടന്റെ പരമ്പരകളെല്ലാം നിരന്തരം കാണുന്ന എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെ പറയുന്നു. ഇനി ഉടനെ തന്നെ ബിഗ് സ്ക്രീനിലും കാണാൻ പറ്റട്ടെ എന്ന ആശംസകളുമായി stay tuned for more updates and videos. It's me Ashadi from GTV. Thank you.